പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും നമ്മുടെ മറ്റു എപ്പിസോഡിലേക്ക് സ്വാഗതം. കോവിഡൊക്കെ കഴിഞ്ഞു, നിങ്ങൾ സ്കൂളിലൊക്കെ പോയി ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു അല്ലേ? നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നമ്മുടെ ഒരു സമ്പത്താണ് സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് സ്കൂളുമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങളാണ് സ്കൂൾ എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ടീച്ചേഴ്സൊക്കെ എന്ന് പറയുന്നത് അമ്മമാരെ പോലെയാണ് സ്കൂളിൽ പോകുമ്പോഴേ. അപ്പോൾ നിങ്ങൾ വീണ്ടും ടീച്ചേഴ്സിനെ കണ്ടു, പിന്നെ അവിടെ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കണം. ഇനി പരീക്ഷ വരികയാണ്, പബ്ലിക് എക്സാം വരികയാണ്. അപ്പോഴത്തേക്ക് അമ്മമാരെന്ന് പറയുമ്പോൾ മറ്റുള്ള സാറുമാരുണ്ട് അല്ലേ, മെയിൽ ടീച്ചേഴ്സുണ്ട്. അപ്പോൾ അവരും ദൈവത്തെ പോലെയാണ്, അത് ആദ്യം മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ ഇനി അപ്പോൾ വീണ്ടും നിങ്ങൾ സ്കൂളിൽ പോയി. അപ്പോൾ ഇനി നമുക്ക് ഇനി കളിച്ചെടുക്കാനുള്ള സമയമൊന്നുമില്ല. ഇനി വളരെ സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള സമയം വളരെ പരിമിതമായ സമയമുള്ളൂ, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കിട്ടാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയങ്ങൾ അല്ലേ, ബാക്കി എന്തെങ്കിലും പഠിച്ചോളരുത്, നിങ്ങളുടെ വിഷയങ്ങൾ അല്ലേ, നിങ്ങൾ പഠിക്കാനുള്ള വിഷയങ്ങൾ, പാഠപുസ്തകത്തിലെ വിഷയങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് റെഡിയായിട്ടിരിക്കുക. എപ്പോൾ പരീക്ഷ പ്രഖ്യാപിക്കുന്നു അപ്പോൾ നിങ്ങൾ എഴുതാൻ തയ്യാറായിട്ടിരിക്കുക. അതുപോലെ മാത്സിന് നമുക്ക് മാക്സിമം കിട്ടാവുന്നിടത്തോളം എന്ത് ചെയ്യുക, ഇതുപോലുള്ള ചാനലുകളോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസൊക്കെ അഡീഷണൽ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ നോളജാണ് നമുക്ക് മാത്സിന് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ കിട്ടാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് എല്ലായിടത്തുനിന്നും നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വീട്ടിൽ ചെയ്യുക. കളിച്ചിരിക്കുന്ന നേരം കൊണ്ട് ഇതൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പോഴേ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം കേട്ടോ. ഇന്ന് എടുക്കുന്നത് സോളിഡ്സ് ഒരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൽ ഞാൻ അന്ന് കുറച്ച് നിങ്ങൾക്ക് 4 തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്ക്വയർ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 4 isosceles triangles of a base 5 centimeters and height 8 centimeters. A square of side 5 centimeter ഇതടപ്പുണ്ട്, എഴുതി അല്ലേ. 5 centimeters സൈഡുള്ള ഒരു സ്ക്വയർ. ഇനി 4 isosceles triangles. isosceles triangles എന്താണ്? 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ളത്. അതിൻ്റെ ബേസ് എത്ര പറഞ്ഞിരിക്കുന്നു? 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇത് എത്ര ഉണ്ട്? 4 ഉണ്ട്. ഇത് എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എത്രയേ? ഈ ട്രയാങ്കിളുടെ ഹൈറ്റാണ് എത്ര? 8 സെൻറ്റിമീറ്റർ കേട്ടല്ലോ. അപ്പോൾ ഇത് സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് അല്ല, എന്താണ്, ട്രയാങ്കിളുടെ ഹൈറ്റാണ് പറഞ്ഞിരിക്കുന്നു 8 സെൻറ്റിമീറ്റർ. ആർ ടു ബി പുട്ട് ടുഗദർ ടു മേക്ക് എ സ്ക്വയർ പിരമിഡ്. ഇത് ചേർത്ത് എന്ത് ചെയ്യുന്നു? ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുന്നു. ഉണ്ടല്ലോ. അപ്പോൾ ഈ ലൈനാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഇതിനെ നമുക്ക് എന്താ പറയേണ്ടത്? സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് പറയുക. എന്താണ് പറയേണ്ടത്? സ്ലാൻഡ് ഹൈറ്റ്. എത്ര സെൻറ്റിമീറ്ററാണ്? 8 സെൻറ്റിമീറ്റർ കേട്ടല്ലോ. ഇതിൽ ചരിച്ച് വയ്ക്കും. ചരിച്ച് വയ്ക്കുമ്പോൾ എന്ത് പറയുന്നത്? അതിൻ്റെ ചരിവ് ഉയരം എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയുക? മലയാളം മീഡിയം കുട്ടികൾക്ക് എന്ന് പറയുന്നത് ചരിവ് ഉയരം കേട്ടോ. അപ്പോൾ ഇതെന്താണ്? എ ഈക്വൽ ടു എന്താ? 5 സെൻറ്റിമീറ്റർ. നമുക്ക് എടുത്തെഴുതാം. എ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, എൽ ഈക്വൽ ടു എന്താണ്? 8 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിലെ ഹൗ മെനി സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഓഫ് പേപ്പർ ഈസ് നീഡഡ് ടു മേക്ക് ദിസ് സ്ക്വയർ പിരമിഡ് എന്നുള്ളതാണ്. ഈ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര സ്ക്വയർ സെൻറ്റിമീറ്റർ ഓഫ് പേപ്പർ നമുക്ക് വേണ്ടി വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിന് എത്ര സ്ക്വയർ സെൻറ്റിമീറ്റർ പേപ്പർ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടുപിടിക്കേണ്ടത് വേറെ ഒന്നുമല്ല. എന്ത് കണ്ടുപിടിക്കണം, എങ്ങനെ കണ്ടുപിടിക്കണം നോക്കണ്ട, അതിൻ്റെ സർഫസ് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? സർഫസ് ഏരിയ. സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ 2 ഫോർമുല തന്നിട്ടുണ്ട്. ഒന്നെന്താണ്? 2a + a². വേറൊന്നെന്താണ്? √3a² + a². ഇവിടെ നമുക്ക് ഇതല്ല, ഇതാണ് വേണ്ടത്. കാരണം എയും എല്ലും അല്ലേ. മാത്രമല്ല ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതിന് വേണ്ടിയാണ് കേട്ടോ. അതിൻ്റെ റീജിയൻസ് എന്ന് പറയുന്നത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ്. പക്ഷേ ഇതെന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾസ്. ഇതിപ്പോൾ 10 സെൻറ്റിമീറ്റർ ഇതെന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ. മനസ്സിലായി? പക്ഷേ ഇവിടെയാണെങ്കിൽ 10 10 10 എല്ലാം എന്തായിരിക്കും? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഏത് ഫോർമുല ഉപയോഗിക്കുക? ഇത് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് ഇതിനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേണ്ടതെല്ലാം ഉണ്ട്, എയും ഉണ്ട് എല്ലും ഉണ്ട്. കണ്ടുപിടിക്കാം. അതിൻ്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല എന്താണ്? 2a + a². 2a + a². ഈ ഫോർമുലയാണ് എടുക്കേണ്ടത്. 2 ഇൻറ്റു ഇവിടെ എ എത്ര പറഞ്ഞിരിക്കുന്നു? 5 ഇൻറ്റു എൽ എത്ര പറഞ്ഞിരിക്കുന്നു? 8 പ്ലസ് എ ഇൻറ്റു എ 2 പ്രാവശ്യം എഴുതുക. എന്താണ്? 5 ഇൻറ്റു 5. 2 ഇൻറ്റു 5 10. 10 ഇൻറ്റു 8 എന്താണ്? 80 പ്ലസ് 5 ഇൻറ്റു 5 എത്ര? 25 ഈസ് ഈക്വൽ ടു 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 105 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? 105 ചതുരശ്ര സെൻറ്റിമീറ്റർ പേപ്പർ വേണ്ടി വരുമെന്നുള്ള എഴുതുക കേട്ടോ. അപ്പോൾ ഇത്ര കിട്ടിക്കഴിഞ്ഞു, ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്? 105 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓഫ് പേപ്പർ ഈസ് നീഡഡ് ടു make
അല്ലേ? മേക്ക് ദ സ്ക്വയർ പിരമിഡ്. ഓക്കെ, ഇതാണ് ആൻസർ. പിടിയിട്ടില്ലോ? അപ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ 105 സ്ക്വയർ സെൻറ്റിമീറ്റർ പേപ്പർ ഈസ് നീഡഡ് ടു മേക്ക് ദിസ് സ്ക്വയർ പിരമിഡ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ഇങ്ങനെ ചെറുപറാന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനിങ്ങനെ കുത്തി നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ കുത്തി നോക്കിക്കൊണ്ടിരിക്കും തോറും നിങ്ങളുടെ ഫ്യൂച്ചറാണ് പോകുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ നശിക്കുകയാണ്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 1-2 പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കുക. പെട്ടെന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക? പെട്ടെന്ന് അങ്ങോട്ട് കിട്ടാവുന്നിടത്തോളം പെട്ടെന്ന് അങ്ങോട്ട് എഴുതുക, ചെയ്ത് തുടങ്ങുക. അതിന് സമയമുണ്ട്. ഇത്ര മിനിറ്റാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത്ര മിനിറ്റുണ്ട്. അത്രയും മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റില്ല. മാത്രമല്ല കൂടിയ മാർക്കൊക്കെ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ പിന്നീട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്പീഡാണ് വേണ്ടത്. മാത്സ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡാണ് വേണ്ടത്. മറക്കരുത്. സ്പീഡ്. അപ്പോൾ നന്നായിട്ട് സ്പീഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? മാർക്ക് മാത്സിന് സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിൽ യാതൊരു സംശയം വേണ്ട. ക്വസ്റ്റ്യൻ കിട്ടി, ഇങ്ങനെ നോക്കി, അങ്ങോട്ട് തലചൊറിഞ്ഞിരുന്നു, അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇതിൽ വീണ്ടും കുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ മാർക്ക് കിട്ടില്ല. മറ്റുള്ള കുട്ടികളെല്ലാം മുന്നോട്ട് പോകും, നിങ്ങൾ ബാക്കിലോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇനിയെങ്കിലും എന്ത് ചെയ്യുക? പോയതെല്ലാം പോട്ടെ, ഇനിയെങ്കിലും നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരും, സംശയിക്കേണ്ട. പഠിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എ ടോയ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഒരു കളിപ്പാട്ടമാണ്. ആ കളിപ്പാട്ടത്തിന് എന്തിൻ്റെ ഷേപ്പാണ്? ഒരു സമചതുര സ്തൂപികയുടെ ആകൃതിയാണ്, അല്ലേ? എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് എത്രയാണ്? 16 സെൻറ്റിമീറ്റർ ബേസ് എഡ്ജ്, അല്ലേ? അപ്പോൾ എന്താ പറയുക? ബേസ് എഡ്ജിന് എന്താ പറയുക? എ ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നു ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. അതിൻ്റെ ചരിവ് ഉയരം സ്ലാൻഡ് ഹൈറ്റ്, അല്ലേ? എൽ ഈക്വൽ ടു എത്രയാണ്? 10 സെൻറ്റിമീറ്റർ, അല്ലേ? 10 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? 10 സെൻറ്റിമീറ്റർ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് 500 സച്ച് ടോയ്സ് അറ്റ് 80 റുപ്പീസ് പെർ സ്ക്വയർ മീറ്റർ. ഇത് കുറച്ച് കറങ്ങുന്ന ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. നമ്മൾ കറങ്ങുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? കറങ്ങാതെ നമ്മൾ ചെയ്യുന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. വളരെ സിമ്പിളാണ്. ഇങ്ങനെയൊക്കെ തരും, അതിൽ നിങ്ങൾ പേടിക്കരുത്. അപ്പോൾ നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്നതാണ് 16 സെൻറ്റിമീറ്റർ, എൽ എന്താണ്? 10 സെൻറ്റിമീറ്റർ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒരു ടോയ്. ഈ ടോയ് എന്തിൻ്റെ ഷേപ്പാണ്? ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ഷേപ്പുള്ള ഒരു ടോയ്. കളിപ്പാട്ടങ്ങൾ കണ്ടില്ലേ? പ്ലാസ്റ്റിക്കിലുള്ള അല്ലെ ബ്ലോക്കുകൾ, അല്ലേ? അതാണ് സാധനം. അപ്പോൾ ഇതിനെ പെയിൻറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ തേക്കുക, അല്ലേ? അതിൻ്റെ സർഫസിൽ തേച്ച് പിടിപ്പിക്കുക, ചായം പൂശുക, അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ സർഫസ്, അല്ലേ? അവിടെയാണ് നമ്മൾ ചായം പൂശുന്നത്. അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ എന്താണ്? സർഫസ് ഏരിയ. എന്ത് സർഫസ് ഏരിയ? ടോട്ടൽ സർഫസ് ഏരിയ. എന്തുകൊണ്ടാണ്? ഈ സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചായം പൂശുന്നു. അടിഭാഗവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചായം പൂശുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എല്ലാ ഫേസുകളും, അല്ലേ? ഈ ലാറ്റർ ഫേസ് എത്ര? 1 2 3 4. ആ ലാറ്റർ ഫേസ് പൂശുന്നുണ്ട്. അടിയിലും എന്ത് ചെയ്യുന്നുണ്ട്? പൂശുന്നുണ്ട്. കാരണം ടോയ് ഇല്ലേ? കളിക്കുമ്പോഴൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പൊക്കിയൊക്കെ നോക്കും. അപ്പോൾ അവിടെയൊക്കെ വൃത്തി വേണ്ടേ? അപ്പോൾ അവിടെ നമ്മൾ തേക്കും. അപ്പോൾ 1 2 3 4 ഇതെല്ലാം കൂടെ ചേർന്നുള്ള ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ എന്താണ്? TSA. TSAയുടെ ഫോർമുല എന്താണെന്ന് പറയും. എന്താണ് ഫോർമുല? TSA ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 2AL പ്ലസ് എന്താണ്? A സ്ക്വയർ. 2AL പ്ലസ് A സ്ക്വയർ. 2AL പ്ലസ് എന്താണ്? A സ്ക്വയർ. ഇവിടെ 2 സാധനമുണ്ട്, എയും ഉണ്ട് എല്ലും ഉണ്ട്, അല്ലേ? 2 ഇൻറ്റു എ എത്ര? 16 ഇൻറ്റു എൽ എത്ര? 10 പ്ലസ് എന്താണ്? A സ്ക്വയർ. എത്ര? 16 ഇൻറ്റു 16. എന്തുകൊണ്ടാണ് 16 ഇൻറ്റു 16? A ഇൻറ്റു A, അല്ല, അതാണ് A സ്ക്വയർ. അതുകൊണ്ടാണ് 16 ഇൻറ്റു 16. 2 ഇൻറ്റു 16 എത്ര? 32. 32 ഇൻറ്റു 10 എന്താണ്? 320 പ്ലസ് 16 ഇൻറ്റു 16 256. നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 320 പ്ലസ് 256 6 7 5 എത്രയാണ്? 576 സെൻറ്റിമീറ്റർ സ്ക്വയർ, അതായത് സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൻ്റെ ഒരു ടോയുടെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചു. അങ്ങനെ എത്ര എണ്ണത്തിൻ്റെ കണ്ടുപിടിക്കണം? എത്ര എണ്ണത്തിൻ്റെ? 500 എണ്ണത്തിൻ്റെ കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ എഴുതേണ്ടത് എന്താണ്? സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഓഫ് 500 ടോയ്സ് ഈസ് ഈക്വൽ ടു, അല്ലേ? 500 ടോയ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 576. ഒരെണ്ണത്തിൻ്റെ എത്ര കിട്ടി?
ഒരു പേനയ്ക്ക് 10 രൂപ, 5 പേനയ്ക്ക് എന്താണ് 10 × 5 എത്ര രൂപ? 50 രൂപ എന്ന് പറയൂലേ. ഒരു ടോയിയുടെ സർഫസ് ഏരിയ എന്താണ്? 576. അങ്ങനെ എത്ര ടോയിയുടെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം? 500 ടോയ്സിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ 576 ഇൻറ്റു എന്താണ് 500 നമുക്ക് എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 576 നിങ്ങൾ ഈ 0 ഒക്കെ താഴെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 0 കൊണ്ട് ഏത് നമ്പർ? ഇപ്പോൾ 0 കൊണ്ട് 6 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തെടുക്കും? ബുദ്ധി കൂടുതലാകുമ്പോൾ നിങ്ങൾ 6 എന്ന് എഴുതിക്കും. അപ്പോൾ നമുക്ക് അത്രമാത്രം അതിബുദ്ധിയൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ അതിബുദ്ധിയുള്ളവർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 0 അല്ല ഞാൻ ഇവിടെ ചേർക്കുന്നു. ഇൻറ്റു എന്താണ് 5 കണ്ടോ? എന്നാലും വേണ്ടി വരും. 50 5 അല്ല എന്താണ് 0 അല്ലേ. അപ്പോൾ 2,88,000 2,88,000 എന്താണ് സാധനം? യൂണിറ്റ് എഴുതണം. യൂണിറ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ കിട്ടിയത് സർഫസ് ഏരിയ ഓഫ് 500 ടോയ്സ് ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് എന്താണ്? 500 ടോയ്സിൻ്റെ സർഫസ് ഏരിയ എന്താണ് കിട്ടിയത്? 2,00,000 എന്താണ് 88,000 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2,88,000. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞാൽ ഇനിയാണ് നമ്മുടെ വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അത് നമ്മൾ വളരെ വലിയ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലളിതമാക്കും. ഇവിടെ നോക്കുക. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ്? എങ്ങനെയാണ് 500 സച്ച് ടോയ്സ് അറ്റ് 80 rupees പെർ സ്ക്വയർ മീറ്റർ എന്നാണ്. ഒരു സ്ക്വയർ മീറ്ററിനാണ് എത്ര രൂപ? 80 രൂപ. ഒരു സ്ക്വയർ മീറ്ററിന് എത്ര രൂപയാണ്? 80 രൂപ. ഒരു സ്ക്വയർ മീറ്ററിന് 80 രൂപ. അപ്പോൾ സ്ക്വയർ മീറ്റർ ഇതാണ് എം സ്ക്വയർ അല്ലേ. ഇവിടെ കിടക്കുന്നത് എന്താണ്? CM² അല്ലേ. അപ്പോൾ എം സ്ക്വയറിലേക്ക് മാറ്റിയാലേ നമുക്ക് ഈ സാധനം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നേരെ കോസ്റ്റ് കണ്ടുപിടിക്കണം, എം സ്ക്വയറിലേക്ക് മാറ്റണം. മനസ്സിലായി? ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ CM² അല്ലേ. നമ്മൾ ഇനി എന്തിലേക്ക് മാറ്റുക? എം സ്ക്വയറിലേക്ക് മാറ്റുക, സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റുക. ഇവിടെ കിട്ടിയിട്ടുള്ള ഏതാണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്ററിനെ സ്ക്വയർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക? 4 0 ഏതാണ്? 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് നമുക്ക് കിട്ടിയത് സർഫസ് ഏരിയ അല്ലേ. ഏരിയ ഏതിലാണ് കിട്ടിയത്? എന്താണ് നമുക്ക് എന്തിലാണ് മാറ്റേണ്ടത്? എം സ്ക്വയർ അല്ലേ. ഏരിയ ഇൻ എം സ്ക്വയർ ഇസിക്കൽ ടു 2,88,000 ഡിവൈഡ് ബൈ എത്രയാണ്? 4 0 നമ്പർ അല്ലേ. ഏതാണ്? 1000. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു എളുപ്പം വഴി പറയുക, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. എത്ര 0 ചേർക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. സ്ക്വയർ കണ്ടോ? സ്ക്വയർ എന്നല്ലേ കാണുന്നത്. സ്ക്വയറിൻ്റെ സ്ക്വയർ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടി എത്ര? സ്ക്വയറിൻ്റെ ഇരട്ടി എത്ര? 2 × 2 എത്ര? 4 ഇനി ഓളിയത്തിൻ്റെ യൂണിറ്റ് വരെ. ഓളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? CM³ ക്യൂബിക് സെൻറ്റിമീറ്റർ. എന്താണ്? CM³. ഇവിടെ എത്രയാണ്? 3 അല്ലേ. 3ൻ്റെ ഇരട്ടി എത്ര? 6. അപ്പോൾ അവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? 6 0 നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? ക്യൂബിക് സെൻറ്റിമീറ്ററിനെ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റാൻ എത്ര 0 നമ്പർ? 6 0 നമ്പർ. അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ 2ൻ്റെ ഇരട്ടി എത്രയാണ്? 4. അപ്പോൾ അതുപോലെ 2ൻ്റെ ഇരട്ടി 4 0 നമ്പർ. ഓളിയത്തിൻ്റെ യൂണിറ്റാണ് ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് പിന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ കൺഫ്യൂഷൻ വരണ്ട. 2 വന്നാൽ അതിൻ്റെ ഇരട്ടി 4, 3 വന്നാൽ അതിൻ്റെ ഇരട്ടി എത്ര? 6. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? 3 0 ഇവിടുത്തെ 3 0 വെട്ടിപ്പോയി. ഇനി 288നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 10 കൊണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 25നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ത് ചെയ്യും? 25 എഴുതിയിട്ട് എത്ര 0 ഉണ്ട്? 1 0. ഒരു പോയിന്റ് മാറ്റി ഇവിടെ നിന്നോട്ട് മാറ്റിയിട്ടു അല്ലേ. ഇനി അടുത്ത് 256 ഡിവൈഡ് ബൈ 10. അപ്പോൾ എന്ത് ചെയ്യും? 256 ഡിവൈഡ് ബൈ അല്ലേ 10 ആകുമ്പോഴത്തേക്കും 10ൽ എത്ര 0 ഉണ്ട്? ഒരു 0. അപ്പോൾ ഒരു അല്ലേ ഡെസിമൽ പ്ലേസ് ആണ് മാറ്റേണ്ടത്. 25.6 ആണ് ആൻസർ. ഇനി 256 ഡിവൈഡ് ബൈ 100. അപ്പോൾ എന്ത് ചെയ്യും? 256 എഴുതിയിട്ട് എത്ര 0 താഴെ? 2 0. അപ്പോൾ 2 ഡിജിറ്റ് ഇങ്ങോട്ട് മാറ്റി കണ്ടല്ലോ. ഇനി അടുത്ത് 256 ഡിവൈഡ് ബൈ അത്രയും 0 കിടന്നോട്ടെ. അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ? വേണ്ട 3 0. അപ്പോൾ അത്ര 3 ഡിജിറ്റ് മാറ്റി. ഇനി അടുത്ത് 256 ഡിവൈഡ് ബൈ 4 0 നമ്പർ. അപ്പോൾ 256 എഴുതി. 1 2 3 ഡിജിറ്റ് ഇതിൽ 4 0 4 ഡിജിറ്റ് മാറ്റണം. അപ്പോൾ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യുക? ഒരു 0 കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു പോയിന്റ് കൊടുക്കുക. അപ്പോൾ പോയിന്റ് 0256. മനസ്സിലായി? ഇങ്ങനെ എളുപ്പത്തിനൊക്കെ ഡിവൈഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും?
288 ഡിവൈഡ് ബൈ 10. അപ്പോൾ 288 എഴുതിയിട്ട് എത്ര ഡിജിറ്റ് മാറ്റുക? ഒരെണ്ണം, ഒരു 0, ഒരു ഡെസിമൽ പ്ലേസ്. മനസ്സിലായി? ഇവിടെ ഇടില്ല. അപ്പോൾ 28.8 എന്താണ്? എം സ്ക്വയർ ആണ് ആൻസർ. എന്താണ്? 28.8 എം സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് 500 എന്താണ്? ഇതുപോലത്തെ ടോയ്സിൻ്റെ 500 ടോയ്സിൻ്റെ അല്ലേ ഏരിയ നമ്മളിപ്പോൾ ഇതിലേക്ക് മാറ്റി, സർഫസ് ഏരിയ ഇതിലേക്ക് മാറ്റി എം സ്ക്വയറിലേക്ക് മാറ്റി, സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റി. മനസ്സിലായല്ലോ? എം സ്ക്വയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക. അതിൻ്റെ കോസ്റ്റ് ഓഫ് എന്താണ്? പെയിൻറ്റിങ് അല്ലേ? കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ്. കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മീറ്ററിനാണ് എത്ര രൂപ പറഞ്ഞിരിക്കുന്നത്? 80 രൂപ അല്ലേ? ഒരു പേനയ്ക്ക് 10 രൂപ, 5 പേനയ്ക്ക് എന്താണ്? 10 × 5. അതുപോലെ ഒരു സ്ക്വയർ മീറ്ററിന് 80 രൂപ അല്ലേ? 80 റുപ്പീസ് അല്ലേ? ഒരു സ്ക്വയർ മീറ്ററിന് 80 രൂപ. അങ്ങനെ 28.8 സ്ക്വയർ മീറ്ററിന് എന്തായിരിക്കും? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 28.8 ഇൻറ്റു എത്ര? 80. എളുപ്പത്തിന് നമുക്ക് ചെയ്യാം അല്ലേ? എളുപ്പത്തിന് എങ്ങനെ ചെയ്യാം? 288 എഴുതി, ഈ 0 കൂടെ മേളിൽ കയറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. പിന്നെ എന്ത് ചെയ്യുക? 8 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 2304. ഇവിടെ പോയിന് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക. കണ്ടല്ലോ? മനസ്സിലായോ? അപ്പോൾ മാറ്റണ്ടേ? അപ്പോൾ 2304 എന്താ യൂണിറ്റ്? രൂപ, റുപ്പീസ്. 2304. അതായത് 2304 രൂപയാണ് 500 ടോയ്സ് പെയിൻറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ആകെ കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ചെറിയൊരു സാധനമാണ് അല്ലേ? 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര വരും? ചെറുതല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര 500 ടോയ്സ്. 500 ടോയ്സിനേക്ക് തീ എടുത്ത് ചായ പൂശാനായിട്ട് എത്ര രൂപ മതി? 2304 രൂപ മതി അല്ലേ? ശരി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ? ബോറടിക്കുകയാണെങ്കിൽ പറയണം. എൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അതിലോട്ട് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. എനിക്ക് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് വന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. പറഞ്ഞ് മനസ്സിലായോ? ഞാൻ വളരെ സ്പീഡിൽ പഠിപ്പിക്കുന്നു, അല്ലെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ? പോരായ്മകളുടെ ടെക്നിക്കൽ സൈഡൊക്കെ നോക്കുമ്പോൾ വളരെ പോരായ്മയാണ്. നമ്മളുള്ള സൗകര്യത്തിലേക്ക് ഇടയ്ക്ക് ചെയ്യുന്നത്. അങ്ങനെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കിടക്കും. നോക്കുക, ഇവിടെ നോക്കിക്കോളൂ. ദ ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഇക്വൽ ട്രയാങ്കിൾസ്. ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ലാറ്ററൽ ഫേസസ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലേറ്റർ ട്രയാങ്കിൾസ് ആണ്. മനസ്സിലായല്ലോ? ഇക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും അല്ലേ? അതിന് എത്ര ട്രയാങ്കിൾസ് വരും? 1, 2, 3, 4 അല്ലേ? ഈ 4 വശത്തുള്ള ഈ ട്രയാങ്കിൾസും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. എല്ലാ സൈഡും ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ? ഇനി അടുത്ത് നമ്മൾ നേരത്തെ പഠിച്ച സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഇതാണ് സംഭവം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് നമുക്ക് ഈക്വൽ സൈഡ് എന്ന് പറയാൻ പറ്റില്ല. ഇത് എന്താണ്? ഐസോലസ് ട്രയാങ്കിൾസ് ആണ്. പക്ഷേ ഇതെന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇക്വൽ ട്രയാങ്കിളിൻ്റെ നോക്കിക്കോളൂ. ദ ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഇക്വൽ ട്രയാങ്കിൾസ് ആൻഡ് ദ ലെങ്ത് ഓഫ് എ ബേസ് എഡ്ജ് ഈസ് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ബേസ് എഡ്ജ് എന്ന് പറയുന്നതാണ് 30 സെൻറ്റിമീറ്റർ ആണ്. ബേസ് എഡ്ജ് എന്താണ്? 30 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? ബേസ് എഡ്ജ് 30 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് സർഫസ് ഏരിയ? അതിൻ്റെ സർഫസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് വേറെ ഒന്നും തന്നിട്ടില്ല. 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതിൻ്റെ ബേസ് എഡ്ജ് മാത്രമേ തന്നിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റനിൽ അതിൻ്റെ എന്താണ് പെരിമീറ്റർ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ടോട്ടൽ എഡ്ജസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാ എഡ്ജസും ഈക്വലാണ്. 1, 2, 3, 4, 5, 6, 7, 8 എഡ്ജസും എന്താണ്? ഈക്വലാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു കാരണം എന്താണ്? അതിൻ്റെ ഈ വശങ്ങളിലുള്ള എല്ലാ ട്രയാങ്കിൾസും എന്താണ്? സമപാർശ്വ ത്രികോണമായതുകൊണ്ട് അല്ലേ? ഇവിടെ എല്ലാം 30 ഒക്കെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇവിടെയും 30 അതൊക്കെ അവിടെ നിന്നോട്ടെ. നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ഈ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഇതിലെടുക്കേണ്ടത് ഞാൻ അന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. 2 ഫോർമുലയാണ് നിങ്ങൾക്ക് തന്നത്. ഒരു ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ളത് ഒന്നെന്താണ്? 2al പ്ലസ് എന്താണ്? എ സ്ക്വയർ. പിന്നെ പഠിച്ചത് നമ്മൾ എന്തായിരുന്നു? √3a² പ്ലസ് എന്താണ്? എ സ്ക്വയർ. മനസ്സിലായി? അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണ് ഇവിടെ വേണ്ടി വരുന്നത്? ഈ രണ്ടാമത്തെ ഫോർമുലയാണ് നമുക്ക് വേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? ഇതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? എ എന്ന് പറയുന്ന സംഭവം മാത്രമേ ഉള്ളൂ.
അപ്പോൾ എ ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ഇവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ് സർഫസ് ഏരിയ. അതിൻ്റെ സർഫസ് ഏരിയ ഈക്വൽ ടു ഫോർമുല പറയൂ. എന്താണ്? √3 a² പ്ലസ് എന്താണ് a² ഈക്വൽ ടു √3 ഇൻറ്റു ഇവിടെ എ ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നു? എ എത്ര? 30. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 30 പ്ലസ് വീണ്ടും a² എന്താണ്? 30 ഇൻറ്റു എന്താണ്? 30. 30 ഇൻറ്റു 30 എന്താണ്? 900. √3 പ്ലസ് 30 ഇൻറ്റു 30 എന്താണ്? 900. ഇനി നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 5√2 പ്ലസ് 5 എന്ന് പറഞ്ഞ് നിങ്ങളെന്ന് പറയും 10√2 എന്ന് പറയും അല്ലേ? 10√2 എന്ന് പറയും. മൊത്തം തെറ്റാണ്. ഹിമാലയൻ ബ്ലണ്ടറാണ് നിങ്ങൾ എഴുതുന്നത്. അതായത് 5√2 പ്ലസ് 5√2 ആണ് ഇത് 10√2. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാം അല്ലേ? 5√2 പ്ലസ് എന്താണ്? 5√2. അപ്പോൾ അതിൻ്റെ ആൻസർ 10√2. അതുപോലെ 900√3 പ്ലസ് 900√3 ആയിരുന്നുവെങ്കിൽ 1800√3 എന്ന് പറയാമായിരുന്നു. ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുക? √3യുടെ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. √3യുടെ വാല്യൂ എത്ര? 1.732 ആണ്. നമുക്കിവിടെ എത്ര മതി? 1.73 മതി കേട്ടോ. പോയിന് ശേഷം 2 ഡിജിറ്റ് 2 മതി, 2 ഡെസിമൽസ്. അപ്പോൾ ഇനി അടുത്ത പ്ലസ് എന്താണ്? 900. ഇനി 173നെ 900 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. പോയിട്ട് എന്ത് ചെയ്യുക? 2 സ്ഥാനം മാറ്റുമ്പോൾ ഈ 2 0 അങ്ങ് പോകുമല്ലോ. അപ്പോൾ 173നെ എന്ത് ചെയ്താൽ മതി? 173യെ 9 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ 173യെ നമ്മൾ എത്രയോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 9 കൊണ്ട്. 27 2 അല്ലേ? 63 പ്ലസ് 2 എന്താണ്? 65 6 15. അപ്പോൾ ഇവിടെ എത്ര ആൻസർ? 1557 പ്ലസ് ഇവിടെ എത്ര? 900. രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? 1557 പ്ലസ് 900. അപ്പോൾ എത്ര ആൻസർ? 2457. എത്ര ആൻസർ? 2457. യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ്? സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതാണ് അതിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? ശ്രദ്ധിക്കുക. ഇത് കണ്ടുപിടിച്ച് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ ഫോർമുല നമ്മൾ എടുക്കാൻ കാരണം അതിന് എ എന്ന് പറയുന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. എ എന്താണ്? 30 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ അത് വയ്ക്കുമ്പോൾ അത് എടുക്കുമ്പോഴത്തേക്ക് എന്താണ് ഏത് ഫോർമുല എടുക്കേണ്ടത്? √3 a² പ്ലസ് എന്താണ്? a². അത് വെച്ചിട്ട് നമ്മളിത് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ കിട്ടി നമുക്ക്. വളരെ പ്രധാനമാണ്. ഏതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് മാർക്ക് വേണമെങ്കിൽ പഠിക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, നമ്മുടെയും കൂടെ ഒക്കെ ആവശ്യങ്ങളാണ്. എങ്കിൽ തന്നെ അതിലുപരി നിങ്ങളിത് കാണുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുക, പിന്നെ മറ്റുള്ള കുട്ടികളോടും പറയുക, അവർക്കും വേണമെങ്കിൽ കാണട്ടെ. ഇനി അടുത്ത ദിവസത്തേക്ക് കിടക്കാം. ഇവിടെ വയ്ക്കോളൂ. ദ പെരിമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 40 സെൻറ്റിമീറ്റേഴ്സ്. വളരെ എന്താ പറയുക, ഇൻഡയറക്റ്റ് ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു പോകണം. ദ പെരിമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 40 സെൻറ്റിമീറ്റേഴ്സ്. ഒരു സ്ക്വയർ പിരമിഡിൻ്റെ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ബേസ് പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ബേസ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ സംഭവം എന്താണ്? 4 സൈഡ്സ് അല്ലേ? ഏതൊക്കെയാണ്? ഇതേ പ്ലസ് ഇത്. അതാണ് എത്ര? എല്ലാം എത്ര എ ആണ്? എത്ര എ ഉണ്ട്? 4 എ ഉണ്ട്. 4 എ ആണ് എത്ര? 40. മനസ്സിലായല്ലോ? അപ്പോൾ 4 സൈഡിൻ്റെ ഇവിടെ സമ്മാണ് എത്ര? 40 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എ എത്രയായിരിക്കും പറയൂ? എത്ര? 10 അല്ലേ? എന്ത് ചെയ്തു? 40യെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അത്ര 10 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ഇവിടെ എ എത്ര? 10 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? കിട്ടിയിട്ടില്ല? എ എത്ര കിട്ടി? 10 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ് എന്നാണ്. വളരെ ശ്രദ്ധിക്കണം. ടോട്ടൽ എഡ്ജ് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ്. ഇതേ പ്ലസ് അല്ല ഇതും ഇത് എല്ലാം കൂടെ എത്ര എഡ്ജസ് ഉണ്ട്? 8 എണ്ണം. അതിൽ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 4 അല്ലേ? 4 അല്ലേ? 4 ഉണ്ട്. ബേസ് എഡ്ജസ് 4 ഉണ്ട്. ലാറ്ററൽ എഡ്ജസ് ഇതിനെന്താ പറയുക? ഈ എന്നാ പറയുക. എന്താ പറയുക? ഈ മറക്കരുത്. എന്താ പറയുക? ലാറ്ററൽ എഡ്ജസിനെ പാർശ്വവക്ക് അതിനെന്ത് പറയും? ഈ എന്ന് പറയും. അത് എത്രയുണ്ട്? 4 ഈ.
ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് എത്ര? 92. എത്രയാണ് ആൻസർ? എത്ര പറഞ്ഞിരിക്കുന്നു? 92. ഓക്കെ, അപ്പോൾ 4Aയും 4Eയും കൂടെ ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 92. അതിൽ 4A എന്ന് പറഞ്ഞാൽ 40 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 52. മനസ്സിലായല്ലോ? നമുക്ക് അതിനേക്കാൾ ഇങ്ങനെ ചെയ്യാം. 4A + 4 = 92 കേട്ടോ. അപ്പോൾ തെറ്റില്ല. 4A നമുക്ക് ഇവിടെ എത്ര ഉണ്ടായിരുന്നു? 40. അവിടെ കിടന്നോട്ടെ. 40 + 4E = എത്ര? 92. ഇനി 4E = 92 + 40 അപ്പുറത്തുമ്പോൾ -40. 4E = എത്ര? 52. Therefore E = 52/4 അല്ലേ? 52നെ എങ്ങനെ 4 കൊണ്ട് വെട്ടാം? പഠിക്കണം. 5ൽ 4 എത്ര? ഒരു പ്രാവശ്യം അല്ലേ? 5ൽ എത്ര 4 ഉണ്ട്? 5ൽ എത്ര 4 ഉണ്ട്? 1 അല്ലേ? അതാണ് 1. ഈ 5 4 പോയാൽ സൃഷ്ടം എത്ര? 1. ആ 1 എടുത്ത് 2 വെട്ടു. അപ്പോൾ എത്ര? 12 അല്ലേ? 12. 12ൽ 4 എത്ര ടൈംസ്? 3 ടൈംസ്. അപ്പോൾ എത്ര ആൻസർ? 13. മനസ്സിലായോ? അപ്പോൾ ഈ എന്ന് പറയുന്നത് ഇത് എത്ര സെൻറ്റിമീറ്ററാണ്? 13 സെൻറ്റിമീറ്ററാണ്. ഇത് എത്ര സെൻറ്റിമീറ്റർ? എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ എ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ, ഇ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 13 സെൻറ്റിമീറ്റർ. എ എത്ര? 10 സെൻറ്റിമീറ്റർ. ഇ എന്താണ്? 13 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമുക്കെല്ലാം ഏതാണ്ടൊക്കെ ആയിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. കാൽക്കുലേറ്റ് സർഫസ് ഏരിയ, അതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നിങ്ങൾ പഠിച്ചു. 2A + A² അല്ലെങ്കിൽ എന്താണ്? √3A² + എന്താണ്? A². അപ്പോൾ ഇതിൽ നമുക്ക് ഏതെടുക്കാൻ പറ്റും? എയും ഇയും ഒക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് വേണ്ടി വരുന്നത്. കാരണം എന്താണ്? അതിൻ്റെ റീജിയൻസ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? ഇക്വൽ ട്രയാങ്കിൾസ് അല്ല, ഐസോസ് ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഏത് ഫോർമുല എടുത്തു? ഇതെടുത്തു. മനസ്സിലായി? പിന്നെ അതുകൊണ്ട് ഇത് വേണം. അപ്പോൾ ഇതിൽ എന്തൊക്കെ വേണം? എയും വേണം, എല്ലും വേണം അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സർഫസ് ഏരിയ അതിൻ്റെ ആകെ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? അതിൻ്റെ സർഫസ് ഏരിയ കാണുന്നതിന് എന്താ വേണ്ടത്? എയും വേണം, എല്ലും വേണം. ഇവിടെ എന്തൊക്കെയേ ഉള്ളൂ? എയും ഇയും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തൊക്കെയേ ഉള്ളൂ? എയും ഇയും. എ എത്ര? 10 സെൻറ്റിമീറ്റർ. ഇ എന്താണ്? 13 സെൻറ്റിമീറ്റർ. അപ്പോൾ എയും ഇയും വെച്ച് നമുക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ല് വേണം. അപ്പോൾ എല്ല് കാണുന്നതിന് എന്ത് ചെയ്യുക? എല്ല് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. L = എന്താണ്? h² + a/2² ശ്രദ്ധിക്കുക. h² + a/2² ഒന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ എല്ല് കണ്ടുപിടിക്കാൻ എച്ച് വേണം, എയും വേണം. ഇതിനകത്ത് എച്ച് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എല്ല് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല നമുക്ക് മാറ്റിയിട്ട് നമ്മൾ വേറൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, എഴുതി തന്നു ഞാൻ. എന്താണ്? E² - a/2² മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് അത് എടുക്കാൻ സെലക്ട് ചെയ്യാൻ കാരണം? ഇവിടെ ഇ ഉണ്ട്, എയും ഉണ്ട് അല്ലേ? നമുക്ക് എയും ഇയും ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ല് കണ്ടുപിടിച്ചൂടെ? അതിൽ കണ്ടുവച്ച് നമുക്ക് എല്ല് കണ്ടുപിടിക്കാം. അപ്പോൾ √E ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നു? 13² - a എത്ര? 10/2² മനസ്സിലായി? 10/2². അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് 13² അത് അങ്ങനെ തന്നെ എഴുതുക. 10/2 എന്ന് പറയുന്നത് 10½ അല്ലേ? 5². 13² എന്ന് പറയുന്നത് 169. എങ്ങനെ കിട്ടി? 13നെ 13 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത് കിട്ടും 169 കിട്ടും. 5² എന്ന് പറയുന്നത് 25. 169 25 മൈനസ് ചെയ്യുമ്പോൾ എത്ര? 144. അതിൻ്റെ റൂട്ട് എത്ര? 12 അല്ലേ? സ്ക്വയർ അറിഞ്ഞൂടെ? കണ്ടുപിടിക്കാൻ അറിയാവോ? അത് വേറെ ദിവസം പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ 144ൻ്റെ റൂട്ട് എത്രയാണ്? 12. നിങ്ങൾക്ക് അടുത്ത എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാനിതെല്ലാം പറഞ്ഞു തന്നിരിക്കും കേട്ടോ. ഫാക്ടറൈസേഷൻ പിന്നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് പിടിക്കാനായിട്ട്. അതുകൊണ്ട് എല്ലാ എപ്പിസോഡും കാണണം കേട്ടോ. അപ്പോൾ 12 കിട്ടി. അപ്പോൾ എല്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാറ്ററൽ അല്ലേ? അതിൻ്റെ സ്റ്റാൻഡ് ഹൈറ്റ് കിട്ടി. സ്റ്റാൻഡ് ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കും. ടോട്ടൽ സർഫസ് ഏരിയ TSA 2A + എന്താണ്? a². 2 × a ഇവിടെ എത്ര? a എത്ര? 10 അല്ലേ? 10 × l ഇവിടെ എത്ര കിട്ടി? 12 + a². a ഇവിടെ എത്ര? 10 അല്ലേ? 10 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 2 × 12 24. 24 × 10 എന്താണ്? 240 + 10 × 10 എത്ര? 100. അപ്പോൾ എത്രയാണ് കിട്ടുക? ആൻസർ 340 സ്ക്വയർ സെൻറ്റിമീറ്ററാണ് നമുക്ക് ഈ തന്നിട്ടുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ അല്ലേ? എൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ അതാണ് 340 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 4 ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്യാൻ ബി മേക്ക് എ എന്താണ് സ്ക്വയർ പിരമിഡ് വിത്ത് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു ദ ബേസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയയും ബേസ് ഏരിയയും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ പിരമിഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യണം? കഴിയുമോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് അത് കഴിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് 4 ക്വസ്റ്റ്യൻ മതി. ഇവിടെ കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളതുകൊണ്ട് എല്ലാ കുട്ടികളും ഭംഗിയായിട്ട് എന്ത് ചെയ്യുക? ഇത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോടെ ഇങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യുക? തട്ടിക്കളഞ്ഞിട്ട് വേറെ ജോലിയിൽ ഇത് പറഞ്ഞോണ്ടൊക്കെ ഇരുന്നാൽ നമുക്ക് ജീവിതകാലം മൊത്തം ഇങ്ങനെ തന്നെ ഇരിക്കാം. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. നിങ്ങളുടെ പേരൻസിന് വേണ്ടിയല്ല പഠിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ആ ഒരു തീരുമാനത്തോടെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത് വരുന്ന പബ്ലിക് എക്സാമിനെ. ഇപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് A+ വാങ്ങിക്കുമെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. വേണമെങ്കിൽ പഠിക്കുക, കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇതുവരെ കണ്ടതിന് വളരെ നന്ദി. ഓക്കെ.